गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्री गुरवे नमः। ഓം ശ്രീ സായിരാം. പ്രശാന്ത് നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 27, 2024. വിരക്തിയുടെ പ്രാധാന്യം എന്താണ്? ഏതുതരം വിരക്തിയാണ് നാം പരിശീലിക്കേണ്ടത്? ഭഗവാൻ പ്രേമപൂർവം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രേമസ്വരൂപരെ, ശാന്തിയാണ് ഏറ്റവും വലിയ നിധി. അതില്ലാത്ത ശക്തി, അധികാരം, പ്രശസ്തി, ഭാഗ്യം എന്നിവയെല്ലാം ശുഷ്കവും ക്ലേശപൂർണവുമായി തീരും. ആന്തരികമായ ശാന്തിയില്ലാതെ സന്തോഷമില്ലെന്ന് ത്യാഗരാജൻ പാടിയിട്ടുണ്ട്. ഈ ശാന്തി നേടിയെടുക്കുന്നതിനും അതിനെ അചഞ്ചലമായി നിലനിർത്തുന്നതിനും മനുഷ്യന് അഭ്യാസം ആവശ്യമാണ്. വൈരാഗ്യം എന്നത് കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് കാടിന്റെ ഏകാന്തതയിലേക്ക് പലായനം ചെയ്യുന്നതിനെയല്ല സൂചിപ്പിക്കുന്നത്. വൈരാഗ്യമെന്നാൽ അർത്ഥമാക്കുന്നത് എല്ലാ കാര്യങ്ങളും ശാശ്വതമാണ് എന്ന തോന്നൽ ഉപേക്ഷിച്ച് പരമമായ ആനന്ദത്തെ കണ്ടെത്തണമെന്നാണ്. മനസ്സ് സൂത്രത്തിൽ മനുഷ്യനുമായി ഇടപെട്ട് ചില കാര്യങ്ങൾ നല്ലതും ചിലത് ചീത്തയും ചിലത് ശാശ്വതവും ചിലത് ക്ഷണികവുമാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഒരു പാത്രം നിറയെ നല്ല രുചികരമായ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടെന്നു കരുതുക. പക്ഷേ അത് അടുപ്പിലിരുന്നപ്പോൾ ഒരു പല്ലി അതിൽ വീണ് വെന്തു എന്ന് പാചകക്കാരൻ നിങ്ങളെ അറിയിച്ചാൽ ആ ഭക്ഷണത്തോടുള്ള നിങ്ങളുടെ എല്ലാ ആകർഷണവും ഒരു നിമിഷത്തിൽ ഇല്ലാതാകും. കുറ്റമോ പരാജയമോ ഇല്ലാത്ത ഒരു വസ്തുവുമില്ല. വേദനയുടെ കലർപ്പില്ലാതെ സന്തോഷമില്ല. അഹങ്കാരത്താൽ കളങ്കപ്പെടാത്ത ഒരു പ്രവൃത്തിയും ഇല്ല. അതിനാൽ കരുതലോടെ ഇരിക്കുകയും ദുഃഖത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന വിരക്തി വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുക. ശാശ്വതമായ ആത്മസത്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ആദ്യത്തെ പടി വിവേകവും രണ്ടാമത്തെ പടി വൈരാഗ്യവുമാണ്. 1975 ഏപ്രിൽ 20 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ സായിരാം.